അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ಇದಕ್ಕೆ ಮುನ್ನಲ್ ഒരു ഉസ്താദ് ചെന്നതായ ഒരു ക്വസ്റ്റ്യൻ ഇതിക്കറ് എന്തൊരു ചെന്നുണ്ടെങ്കിൽ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഹജ്ജിക്ക് പോയ സന്ദർഭത്തിൽ മറുഭൂമിയിൽ കുടുങ്ങിയതായ സന്ദർഭത്തിൽ ഹദീസ് ചൊല്ലത് ആ ടൈമിൽ അങ്ങനെ വിളിച്ചുണ്ടായെങ്കിൽ ഇത് ശിർക്കല്ലാണ്ട് ചൊന്നുകൊണ്ടുള്ളാറ് അതിൽ ഇതൊരു ഹുക്മെന്തര് അതിൽ ഇതിക്കറ് ചൊല്ല ഇത് ശിർക്കുണ്ട് ചെന്നുണ്ടായെങ്കിൽ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അയാൾ മുശ്രിക്ക ചൊന്തു ക്വസ്റ്റ്യൻ ആക്കിയോണ്ടുള്ള സുഹൃത്തിൻ്റെ ചോദ്യം ഇതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല മറുഭൂമിയിൽ വഴി തിരിച്ചറിയാണ്ടായ സമയത്ത് യാ ഇബാദല്ലാഹി അയ്യുനിനി എന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അത് ശിർക്കാകുമോ? അങ്ങനെ ശിർക്കാകുമെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശിർക്ക് ചെയ്തോ? ഇതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, നേരത്തെ അഹ്മദ് അനസ് മൗലവി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ച ജിന്നിനോടുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഒരു പിഴച്ച വാദം കേരളത്തിലും കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സലഫി സഹോദരങ്ങളുടെ ഇടയിലും കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ഒരു സംഭവം തെളിവായി ഇത്തരം ആളുകൾ ഉദ്ധരിക്കാൻ തുടങ്ങിയത്. ഇവിടെ ഏറ്റവും രസകരമായ ഒരു വസ്തുത എന്ത് എന്ന് ചോദിച്ചാൽ, ജിന്നിനോടുള്ള സഹായാർത്ഥനയെക്കുറിച്ച് നിങ്ങളുടെ വാദം എന്ത് എന്ന് ചോദിച്ചാൽ ഇവർ പറയുക അത് വസീലത്ത് ശിർക്കാണ്, ഹറാമാണ് എന്നാണ് ഞങ്ങളുടെ വാദം എന്നാണ്. അനുവദനീയമാണെന്ന് ഞങ്ങൾ ആരാണ് പറഞ്ഞത്? ആർക്കാണ് അങ്ങനെ ഒരു വാദമുള്ളത്? നിങ്ങൾ വെറുതെ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയല്ലേ, ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു വാദമില്ലല്ലോ എന്നാണ് ഈ ആളുകൾ പറയാറുള്ളത്. എന്നാൽ രണ്ടാമത് അവരോട് ചോദിക്കുന്നു, എന്താണ് ഇത് വസീലത്തു ശിർക്കാണ് എന്നതിന് നിങ്ങൾക്ക് തെളിവ് എന്ന് ചോദിച്ചാൽ അതിന് പറയുന്ന തെളിവ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല വിളിക്കാൻ പറഞ്ഞു എന്നാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല വിളിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് വസീലത്തു ശിർക്കു ഹറാമു ആകുന്നത്? അത് അനുവദനീയമാണ് എന്നല്ലേ പറയേണ്ടത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന ഈ സംഭവം, അതിൻ്റെ ദൗർബല്യത്തെക്കുറിച്ചോ അതിൻ്റെ സനതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള ചർച്ച അവിടെ നിൽക്കട്ടെ. ഇത് തെളിവായി സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ മരുഭൂമിയിൽ അകപ്പെട്ടാൽ ജിന്നുകളെ വിളിക്കാമെന്നാണോ, അതല്ല വിളിക്കരുത് എന്നാണോ, വസീലത്ത് ശിർക്കാണെന്നാണോ, ഹറാമാണ് എന്നാണോ, അതല്ല അനുവദനീയമാണ് എന്നാണോ? ഈ തെളിവാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെ വിളിക്കാം എന്നാണ്. അത് വാദിച്ചുകൊണ്ടായിരിക്കണം ഈ തെളിവ് ഉദ്ധരിക്കേണ്ടത്. അഥവാ തങ്ങളുടെ വാദത്തിന് പോലും ഈ തെളിവ് പറ്റില്ല എന്ന് അറിയുന്ന ആളുകൾ ജനങ്ങളുടെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാക്കുവാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ തെളിവ് പറയുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയും അതേപോലെയുള്ള പല പണ്ഡിതന്മാരിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെവിടെയും ജിന്നുകളെയോ മലക്കുകളെയോ അവരാരും വിളിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം സ്വഹീഹായി സ്ഥിരപ്പെട്ടാൽ അത് ഒരു ദിക്റായി യാ ഇബാദല്ലാഹി അയ്യുനൂനി എന്ന് അങ്ങനെ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാമെന്നല്ലാതെ അത് ജിന്നുകളെ വിളിക്കാനുള്ള തെളിവാണ്. എവിടുന്ന് നിങ്ങൾക്ക് ജിന്നിനെ വിളിക്കാം? രാത്രിയിൽ ജിന്നിനോട് വെളിച്ചം ചോദിക്കാം. ഇരുട്ടിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ജിന്നിനോട് മെഴുകുതിരി ചോദിക്കാം. നിങ്ങൾ പുഴയിൽ വീണ് ഒഴുകിപ്പോകുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വിളിക്കാം. അവിടെ ജിന്നുണ്ട് എന്ന് വിചാരിച്ച് വിളിക്കാം എന്നൊക്കെയുള്ളതിന് എങ്ങനെയാണ് തെളിവാകുന്നത്? രണ്ട് തരത്തിലും ഇത് ഉദ്ധരിക്കുന്ന ആളുകൾ, ഈ സംഭവങ്ങൾ എടുത്തു പറയുന്ന ആളുകൾ
അവരുടെ വാദവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തെളിവ്. ഇത് മാത്രമല്ല, നമുക്കറിയാം ഹാജറ ബീവിയുടെ സംഭവം പറയാറുണ്ടായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. ഇതൊക്കെ അനുവദനീയമാണ് എന്നതിനുള്ള തെളിവുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചെയ്യാമെന്ന് പറയേണ്ടി വരും. കാരണം ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ജിന്നുകളെയോ മലക്കുകളെയോ വിളിച്ചോ എന്നുള്ളത് വേറൊരു വിഷയം. എന്തായിരുന്നു പറഞ്ഞത് എന്നത് മറ്റൊരു വിഷയം. ഇതിലൊക്കെ ചെയ്തതാണ്. ഇമാം അഹ്മദ് ഹംബലി ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചെയ്യാം എന്ന് വാദിക്കണം. അത് വാദിക്കാൻ ഈ ആളുകൾക്ക് ധൈര്യവുമില്ല. അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. ദുർബലമായ ഹദീസിന്റെ മുകളിലാണ് ഇത് കെട്ടിപ്പടുത്തിരിക്കുന്നത്. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ്, അത് വാറോലയാണ് എന്ന് എല്ലാ പണ്ഡിതന്മാരും, അവരുടെ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാർ പോലും പറയുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജിന്നുവാദം കേരളത്തിലേക്കോ അതല്ലെങ്കിൽ മംഗലാപുരമോ അതല്ലെങ്കിൽ കർണാടകയിലോ തമിഴ്നാട്ടിലേക്കോ ഉള്ള നമ്മളുടെ ചില ആളുകളുടെ മനസ്സിലേക്ക് കടത്തിക്കൂട്ടിക്കൊണ്ടു വന്നതുണ്ടല്ലോ, അതൊരിക്കലും ഈ ദുർബലമായ ഹദീസിന്റെയോ ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലയുടെ സംഭവത്തിന്റെയോ പേരിലല്ല. ഇത് പിന്നെ അതിന് തെളിവുണ്ടാക്കിയ കാര്യമാണ്. ഒരു കാര്യമാണ്. ഇത് കൊണ്ടുവന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ഭൗതികമാണ്. ഭൗതികമായ ജിന്നിനോട് മനുഷ്യൻ ഒരു സഹായം തേടിയാൽ അത് ശിർക്കാവുകയില്ല എന്ന ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ജിന്ന് ഒരു ഭൗതിക ജീവി. അങ്ങനെ ഒരു ഭൗതിക ജീവിയോട്, നായയോട് പോലീസുകാർ നായയെ അന്വേഷണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് ശിർക്കാവോ? ഇല്ലല്ലോ. ആനയെ കൊണ്ട് ഒരാൾ മരം വലിപ്പിച്ചാൽ ശിർക്കാകുമോ? ഇല്ലല്ലോ. ഇതുപോലെ ഒരു ഭൗതിക ജീവിയായ ജിന്ന്, ആ ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന ഒരു പിഴച്ച തത്വത്തിൽ നിന്നാണ് ഇതുണ്ടായത്. ഈ വിഷയം എഴുതിയ അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ അദ്ദേഹമാണ് ആ ലേഖനം എഴുതുന്നത്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിശ്വസിച്ച് ജിന്നെ വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുകയില്ല, അതിൽ പ്രാർത്ഥനയില്ല എന്നൊക്കെയുള്ള ഈ തത്വം എഴുതിയത് അബ്ദുൽ ജബ്ബാർ മൗലവിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു ഒരാൾ, നിങ്ങൾ എന്തിനാ ഈ ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എഴുതിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടില്ല, അത് ദുർബലമാണ് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വാദത്തിന് അത് തെളിവായി ഞാൻ സ്വീകരിച്ചിട്ടേ ഇല്ല. അതാ നേരത്തെ ഇവിടെ അനസ് മൗലവി പറഞ്ഞത്, സംഘടനയുടെ പേര് വിസ്ഡം എന്നാണ്. വിസ്ഡം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധി വിവേകമൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു പദമാണ്. പക്ഷേ ഇത് കെട്ടിപ്പടുത്തിരിക്കുന്നത് ഏറ്റവും വലിയൊരു വിഡ്ഢിത്തത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വാക്ക് കേൾക്കുന്ന നിങ്ങളൊക്കെ രാത്രി ഇരുട്ടിലൂടെ പോയിട്ടില്ലേ? നമ്മൾ വീട്ടിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കുമ്പോൾ എന്തൊക്കെ ശബ്ദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നേ വരെ ആരെങ്കിലും ഏതെങ്കിലും ശബ്ദം കേട്ടിട്ട് അത് ജിന്നാന്ന് വിചാരിച്ചിട്ടുണ്ടോ? വിശ്വസിക്കൽ അവിടെ കേട്ടെ. ഇപ്പൊ ചിലപ്പോൾ പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ ഭാര്യ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് ആ എലി കരഞ്ഞതാണ്. ചിലപ്പോൾ പറയും പട്ടി കരഞ്ഞതാണ്, അല്ലെങ്കിൽ പൂച്ചയാണ് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഇന്നേ വരെ ആരെങ്കിലും അത് ജിന്നിന്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടല്ലേ വിശ്വസിക്കൽ, വിചാരിക്കുക പോലുമില്ല. അപ്പൊ ഈ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സിദ്ധാന്തം കെട്ടിപ്പടുത്ത് വിസ്ഡം എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ദുർബലമായ ഈ ഒരു സംഭവം, ഇത്തരം കാര്യങ്ങൾ അത് ഉദ്ധരിച്ചുകൊണ്ട് ഈ വാദം സമർത്ഥിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നതാണ് തങ്ങളുടെ വാദം എന്ന് പറയണം. അത് പറയാൻ ഇവർക്ക് ധൈര്യമില്ല. രണ്ടാമത്തേത്, ഇത് ഉദ്ധരിച്ച പണ്ഡിതന്മാരൊക്കെ ശിർക്ക് ചെയ്തു എന്നാണോ, ഓലൊക്കെ മുശ്രിക്കുകൾ എന്നാണോ നിങ്ങളുടെ വാദം എന്നാണ്. ഈ ചോദ്യം നമ്മൾ ആരെടുത്തുനിന്നാ കേട്ടത്? ഈ ചോദ്യം മുജാഹിദുകൾക്ക് പുതിയതാണോ? ആണോ? സലഫികൾക്ക് പുതിയതാണോ? SKSM-ന് പുതിയതാണോ? അല്ല, ഈ നാട്ടിലെ സുന്നികളെ നമ്മളോട് ചോദിച്ചതല്ലേ. സുന്നികൾ അവരുടെ ജാറം കെട്ടിപ്പൊക്കി അവിടെ നേർച്ച നടത്തി, അവിടെ ഉറൂസ് നടത്തി, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ ഈ നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് തെളിവുകളുണ്ട്, ഒരുപാട് കിതാബുകളിൽ നിന്നുള്ള ഉദ്ധരണികൾ അവർ വായിച്ചിട്ടുണ്ട്.
ദുർബലമായ ഇത്തരം കെട്ടുകഥകളും സംഭവങ്ങളും ഉദ്ധരിച്ച ആളുകളോട് നമ്മൾ പറഞ്ഞു, ഇത് ദുർബലമാണ്, ഇത് പ്രമാണമല്ല, ഇത് തെളിവിന് കൊള്ളില്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോ ഈ ആളുകൾ നമ്മളോട് തിരിച്ചു ചോദിച്ചത് എന്താ? ഓ, അങ്ങനെയാണ്, അതൊക്കെ ഉദ്ധരിച്ച പണ്ഡിതന്മാരൊക്കെ മുശ്രിക്കുകളാണോ എന്ന് ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞ മറുപടി എന്താ? ആ ചോദ്യത്തിന് ഹുസൈൻ സലഫി കൊടുത്ത മറുപടി എന്താ? ആ ചോദ്യത്തിന് ഫൈസൽ മുസ്ലിയാർ കൊടുത്ത മറുപടി എന്താ? ആ ചോദ്യത്തിന് ഇന്ന് വിസ്ഡം വിഭാഗത്തിൽ നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ കൊടുത്ത മറുപടി എന്താ? ആ മറുപടി തന്നെയല്ലേ അനുയായികൾക്ക് കൊടുക്കേണ്ടത്? ഇങ്ങനെ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ അതേ മറുപടിയാണ് പറയാനുള്ളത് എന്നല്ലേ പറയേണ്ടത്? അത് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് കാഞ്ഞങ്ങാട് വെച്ച് ഫൈസൽ മുസ്ലിയാർക്ക് പറയേണ്ടി വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ചെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട്, റസൂലെ, നിങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി തേടണമേ എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ശിർക്കാകുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ശിർക്കല്ല, അത് ഇസ്തിഗാസയുമല്ല എന്ന് ഫൈസൽ മുസ്ലിയാർക്ക് പറയേണ്ടി വന്ന അതുകൊണ്ടാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, റസൂലെ, ഞങ്ങൾക്ക് മഴ പെയ്ച്ചു തരണേന്നല്ല, അങ്ങനെ തേടിയ ശിർക്ക്. റസൂലെ, ഞങ്ങൾക്ക് മഴ പെയ്ച്ചു തരണേന്ന് തേടിയാൽ ശിർക്ക്. തേടുന്നത് എന്താ? റസൂലെ, അള്ളാഹുവിനോട് അങ്ങ് ഞങ്ങൾക്ക് മഴ പെയ്ച്ചു തരാൻ വേണ്ടി തേടണമേ. അപ്പൊ പ്രാർത്ഥനയാകൂല, ശിർക്കാവൂല, അത് തവസ്സുലാണ് എന്നാണ്. എസ്കേസമിന്റെ തലമുതിർന്ന ആളുകൾക്കൊക്കെ അറിയാമല്ലോ, കേരളത്തിൽ നടന്ന ഒരു വലിയ വാദപ്രതിവാദം ഉണ്ടായിരുന്നു, കൊട്ടപ്പുറം വാദപ്രതിവാദം. കാന്തപുരം നേരത്തെ പറഞ്ഞ വസ്അൽമൻ അർസൽന ആയത്ത് ആദ്യമായി ദുർവ്യാഖ്യാനിച്ചത് അവിടെ വെച്ചാണ്. ആ വാദപ്രതിവാദത്തിൽ AP അബ്ദുൽ ഖാദിർ മൗലവി റഹിമഹുല്ല, അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ, KNM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. മരണപ്പെടുമ്പോൾ AP അബ്ദുൽ ഖാദിർ മൗലവി ഈ സംഭവം എടുത്തു ധരിച്ചുകൊണ്ട് കൃത്യമായി പുരോഹിതന്മാർക്ക് വായടപ്പിക്കുന്ന മറുപടി കൊടുത്തു. ഇത് ശിർക്കാണ് എന്നാണ് ഞങ്ങളുടെ വാദം. കാരണം ഇവിടെ തേടുന്നത് ആരോടാ തേടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാ തേടുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ റസൂലിനോടുള്ള ആ തേട്ടം അത് ശിർക്കാണ് എന്നായിരുന്നു മുജാഹിദികൾ പറഞ്ഞത്. അതിപ്പോ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞാൽ എന്താകും? അപ്പം മൗലവിമാർ അടുത്ത ചോദ്യം ചോദിക്കും, അങ്ങനെയാണെങ്കിൽ കുറേ കിതാബിലൊക്കെ അതുണ്ടല്ലോ, അപ്പോൾ ഓലൊക്കെ ശിർക്ക് ചെയ്ത് എന്നാണോ നിങ്ങളെ വാദം? ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടണം. കാരണം ഇപ്പുറത്ത് മുജാഹിദികളെ ഭിന്നിപ്പിക്കാനും മുജാഹിദികളെ തകർക്കാനും മുജാഹിദികളുടെ തൗഹീദിൽ വിഷം കലക്കാനും പറഞ്ഞു വെച്ച ഒരു ന്യായമുണ്ട്. യായിബാദുല്ലാഹിനൂനി ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിച്ചു, അതുകൊണ്ട് ശിർക്കാന്ന് പറയാൻ പറ്റൂല എന്ന ഒരു തത്വം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ തത്വം മുസ്ലിയാക്കന്മാരെടുത്ത് ഇപ്പുറത്തിടും. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു അത് ശിർക്കല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെയെങ്കിലും മുശ്രിക്കാക്കലോ ആരെയെങ്കിലും കാഫിറാക്കലോ ഇതൊന്നുമല്ല നമ്മളുടെ പണി. അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ പഠിപ്പിക്കാത്ത ആദർശം അത് ജനങ്ങളോട് പറയും, അതിൽ ശിർക്ക് പറയും, അതിൽ തൗഹീദ് പറയും. ഇതാണ് നമ്മൾ ആ വിഷയത്തിൽ സ്വീകരിച്ചു വരുന്ന സമീപനം. ഇത് ദുർബലമാണ്. ഈ ദുർബലമായത് ഉദ്ധരിക്കുന്ന ആളുകൾ അതവരുടെ വാദത്തിന് അനുയോജ്യമായ തെളിവല്ല ഉദ്ധരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാഹു അഅലം. ഇനി ഒരു കാര്യം കൂടെ എൻ്റെ കൂട്ടത്തിൽ സൂചിപ്പിക്കാം. മറുപടി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇത് വിസ്റ്റംകാർ നിങ്ങളിന്ന് പോയി പറഞ്ഞാൽ ആര് പറഞ്ഞു, ഇതെവിടെ പറഞ്ഞു, ഇതിന് തെളിവെന്താ, ഇത് ആരോപണമല്ലേ എന്ന് പറയും. അതുകൊണ്ട് ധൈര്യത്തെ SKSMകാർക്ക് ഏറ്റെടുത്ത് നടപ്പാക്കാവുന്ന ഒരു കാര്യം, ഈ ആളുകൾ ഇറക്കിയ പുസ്തകം ഇത്. ഈ പുസ്തകത്തിൻ്റെ പേര് കേരള ജംഇയ്യത്തുൽ ഉലമയും നിലപാട് മാറ്റും. അഥവാ നമ്മൾ മാറി, SKSM-ഉം KNM-ഉം ഒക്കെ മാറി, കേരള ജംഇയ്യത്തുൽ ഉലമയൊക്കെ മാറി എന്ന് പറയാൻ വേണ്ടി എഴുതിയ പുസ്തകമായത്. പുസ്തകം വിസ്റ്റം ബുക്സ് പുറത്തിറക്കിയതാണ്. വിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വിഡ്ഡിസം എന്ന അർത്ഥത്തിലാണ് വിസ്റ്റം എന്ന് പറയുന്നത്. 150 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി നിങ്ങൾ ആലോചിച്ച് നോക്കണം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ പേരിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, സ്വഹാബികളുടെ പേരിൽ ഇവർ പറഞ്ഞ പച്ച നുണ, സ്വഹാബികളുടെ പേരിൽ നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സ്വഹാബികളുടെ പേരിൽ ഇവർ പറഞ്ഞ പച്ച നുണ, ഈമാനുള്ള മുഴുവൻ മനുഷ്യരുടെ പേരിലും. മനസ്സിലാക്കണം, ഈമാനുള്ള മനുഷ്യർ ശിർക്കല്ലാത്ത സഹായതേട്ടം തേടിയിട്ട് അള്ളാഹിൻ്റെ മുന്നിൽ പരലോകത്ത് വന്നിട്ട് രക്ഷപ്പെടുന്ന പച്ച നുണ ഇവർ പറഞ്ഞു. ഈമാനുള്ള മനുഷ്യരെ
ശിർക്കല്ലാത്ത തേട്ടം ജിന്നിനോട് തേടിയിട്ട് പരലോകത്ത് വന്ന് അള്ളാഹിൻ്റെ മുന്നിൽ രക്ഷപ്പെടും എന്ന് ഇമാം ഖുർത്തുബി എഴുതിയിട്ടുണ്ടെന്ന പച്ച നുണ മനസ്സിലാക്കണം. അതുപോലെ ആ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പേരിൽ പറഞ്ഞ പച്ച നുണ. ഇത് ആദ്യം നിങ്ങൾ വായിക്കണം. ഈ പുസ്തകത്തിൻ്റെ 139 പേജ്, 139 പേജ്. ഇതിൽ പറയാണ് കേട്ടോ, ജിന്നിനോടും മലക്കിനോടും ഏത് സാഹചര്യമായാലും ഏത് തര സഹായ ചോദ്യമായാലും അതെല്ലാം ശിർക്കാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ജിന്നിനോടോ മലക്കിനോടോ സഹായം തേടുന്നത് അത് ഏത് സാഹചര്യമായിരുന്നാലും ശിർക്കാണെന്നാണ് ആര് പറയുന്നത്? ഈ സലഫികൾ പറയുന്നത്. അன்று അത് വിശദീകരിക്കണം. അങ്ങനെയല്ല, അതിന് വേറെ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയാണ്. വിശദീകരിച്ചിട്ട് ഈ സഹോദരൻ ഇവിടെ ഉദ്ധരിച്ച ആ ഹദീസ്, ദുർബലമായ ഹദീസ് ആദ്യം കൊടുക്കുകയാണ്. ഏത് ഇബ്നു അബ്ബാസ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹദീസ് കൊടുക്കുകയാണ്. അത് മൗഖൂഫാണ്, റസൂലുള്ളാഹിയിലേക്ക് പോലും എത്താത്ത ഒരു റിപ്പോർട്ടാണ്. അടുത്ത വാചകം, വഴിതെറ്റിയപ്പോൾ ഇമാം അഹ്മദ് അള്ളാഹുവിൻ്റെ അടിമകളെ നമുക്ക് വഴി കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. ഇതും ഇദ്ദേഹത്തിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടുണ്ട്. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ അത് വിളിച്ച് സ്വഹീഹായി വന്നിട്ടുണ്ട്. ഇവർ പടച്ചുണ്ടാക്കിയ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ഇമാം അഹ്മദും മുശ്രിക്കായി. അപ്പൊ നമ്മൾ പടച്ചുണ്ടാക്കിയ ഒരു തൗഹീദ് ഉണ്ട്. അതെന്താ? ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാണ് എന്നുള്ളത് നമ്മൾ പടച്ചുണ്ടാക്കിയ തൗഹീദാണ്. അത് പറഞ്ഞാൽ ആര് മുശ്രിക്കായി? ആര് മുശ്രിക്കായി? അഹ്മദ് ബിൻ ഹംബൽ മുശ്രിക്കായി. കാരണം അഹ്മദ് ബിൻ ഹംബൽ ആരെ വിളിച്ചിട്ടുണ്ട്? ആരെ വിളിച്ചിട്ടുണ്ട്? എന്ത് തോന്നിവാസമാണ് എഴുതി വെക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അഹ്മദ് ബിൻ ഹംബൽ ജിന്നിനോട് അഹ്മദ് ബിൻ ഹംബൽ സഹായം തേടിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന മൂക്ക് കിപ്പോട്ടായ സർവ്വവിഷ്ടം പണ്ഡിതന്മാരെ ഞങ്ങൾ ക്ഷണിക്കുക. നിങ്ങൾ ഇങ്ങോട്ട് വരി, നിങ്ങൾ ഇതിനെ ഒളിച്ചിരിക്കണേ, നിങ്ങൾ ഇങ്ങോട്ട് വന്നോന്ന് ധൈര്യത്തെ വന്നോ. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഇമാമു അഹ്ലി സുന്ന ജിന്നിനോട് സഹായം തേടിയോ? ജിന്നിനോട് സഹായം തേടിയോ? എന്നിട്ട് എഴുതി വെക്കണം കേട്ടോ, ഇവർ പടച്ചുണ്ടാക്കിയ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ഇമാം അഹ്മദ് മുശ്രിക്കായി. നഊദു ബില്ലാഹ്. അതിന്റെ ചോട്ടിക്കൊണ്ട് എഴുതി വെക്കാരും ഇത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. ഇങ്ങനെ നഊദു ബില്ലാഹ് മാഷാ അല്ലാഹ് എന്നൊക്കെ പറയുമ്പോഴല്ലേ പടച്ചോനെ എന്ത് ഈമാനാ ഇത് നമുക്ക് തോന്നണ്ടേ? അതിന് നഊദു ബില്ലാഹിന്റെ ചോട്ടിൽ എഴുതി ഇവരെല്ലാം കാലാകാലവും നരകത്തിലായിരിക്കുമെന്ന് നാം വിശ്വസിക്കണമത്രേ. ആര്? അഹ്മദ് ബിൻ ഹംബൽ ജിന്നിനെ വിളിച്ച ആളാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹം കാലാകാലം നരകത്തിലാകണമെന്ന് നമ്മൾ വിശ്വസിക്കണത്രേ. ആര് പറഞ്ഞു നിങ്ങളോട് അഹ്മദ് ബിൻ ഹംബൽ ജിന്നെ വിളിച്ചത്? ആരാ പറഞ്ഞു? നിങ്ങൾ തെളിയിക്ക്. എന്ന് മാത്രമല്ല ഇതിൻ്റെ പിന്നെ അതിങ്ങനെ തെളിവുകൾ നിരത്തിയിട്ട് 141 പേജ് അവിടെ എത്തുമ്പോൾ പറയാണ് കേട്ടോ, ഇതുപോലെ കുറേ പണ്ഡിതന്മാരുടെ പേരിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആധുനികരും പൗരാണികരുമായ 50ഓളം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ഹദീസ്? ഇപ്പൊ ചോദിച്ച ഹദീസിലുള്ളത് എന്താ? യാ അല്ലാ എന്നല്ല, പിന്നെന്താ? യാ ഇബാദല്ലാ. യാ ഇബാദല്ലാ എന്ന് വിളിച്ച മരിച്ചവരല്ല, പിന്നെ ആരാ? ജിന്ന്. അപ്പോൾ 50ഓളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ചിലർ അത് സുന്നത്തായി പരിഗണിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പണ്ഡിതന്മാരത് സുന്നത്തായി പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ജിന്നിനെ വിളിക്കൽ ഇപ്പൊ എന്താ? ഫസീലത്ത് ശിർക്ക? അത് സുന്നത്തോ? ഇവർ എവിടെ എത്തി നിങ്ങൾ ആലോചിച്ച് നോക്കുക. അഹ്മദ് ബിൻ ഹംബൽ ഏതായാലും അത് സ്വഹീഹാണെന്ന് നിലക്ക് ചെയ്തു എന്നാണ് പറയണേ. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ സുന്നത്തായി ചെയ്തു എന്നാ പറയണേ. വിളിച്ചതാരെ? യാ ഇബാദല്ലാ. മരിച്ചവരെയാണോ? അല്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയാണോ? അല്ല. പിന്നെ ജിന്നിനെ മലക്കിനെ. ആ അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അഹ്മദ് ബിൻ ഹംബൽ ജിന്നിനെ വിളിച്ചു എന്ന് ഉളുപ്പില്ലാതെ എഴുതി വെക്കുകയും മാത്രമല്ല സുന്നത്താണ് അങ്ങനെ വിളിക്കൽ എന്ന് ധരിച്ച പണ്ഡിതന്മാർ വരെയുണ്ട്. അപ്പോൾ ജിന്നെ വിളിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ഉണ്ടെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ച ആളുകളാണ്. നമ്മളോട് ഹദീസ് ചോദിക്കാൻ പറ്റേ. നമ്മളോട് എന്നിട്ട് ഹദീസ് ജാതി പോയി ആയത്ത് പഠിച്ചിട്ട് വാ ഇതല്ലേ ഹദീസ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് കാണാൻ കഴിയും. എല്ലാ നിസ്കാരം കഴിഞ്ഞാലും എല്ലാ നിസ്കാരത്തിന് ശേഷവും അദ്ദേഹം അല്ലാഹുവിനോട് നടത്തുന്ന ദുആ, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അല്ലാഹുവിനോട് നടത്തുന്ന ദുആ, അല്ലാഹുമ്മ കമാ സുന്ദ വജ്ഹി അനിസ് സുജൂദി ലിഗൈരിക ഫസുൻ വജ്ഹി അനിൽ മസ്അലതി ലിഗൈരിക. ആരാ ദുആ ചെയ്യുന്നത്? അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. ഫർള് നിസ്കാരം കഴിയുമ്പോൾ റബ്ബിനോട് ദുആ ചെയ്യണം. എന്ത്? അല്ലാഹുമ്മ
അല്ലാഹുവേ കമാ സുന്ദവജിഹി അനിൽ സുജൂദി ലിഗൈരിക. ഈ അഹ്മദ് ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാത്തൊരാൾക്ക് സുജൂദ് ചെയ്തിട്ടില്ല. അല്ലാഹുവേ നീയല്ലാത്തൊരുത്തന്റെ മുന്നിൽ, ഒരാളുടെ മുന്നിൽ, ഒരു ശക്തിയുടെ മുന്നിൽ ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല. ആ രൂപത്തിൽ അല്ലാഹുവേ നീ എനിക്ക് സംരക്ഷണം തന്നു. നീയല്ലാത്തൊരു ശക്തിയെയും അവയുടെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള അവസരം നൽകാതെ എനിക്ക് സംരക്ഷണം തന്നതുപോലെ ഫസുൻ വജിഹി അനിൽ മസ്അലതി ഗൈരിക. അല്ലാഹുവേ നീയല്ലാത്തവരോട് ചോദിക്കുന്നതിൽ നിന്ന് എന്നെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. അഹ്മദ് ബിൻ ഹംബൽ അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്, നീയല്ലാത്തൊരു ശക്തിക്ക് മുന്നിൽ സുജൂദ് ചെയ്യാൻ അവസരമൊരുക്കാതെ എന്നെ നീ സംരക്ഷിച്ചതുപോലെ നീയല്ലാത്തവരോട് തേടുന്നൊരു സാഹചര്യം, നീയല്ലാത്തവരോട് സഹായം തേടുന്ന, ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതെ എന്നെ നീ സംരക്ഷിക്കണേ അല്ലാഹ് എന്ന് നിരന്തരം നിസ്കാരശേഷം എൻ്റെ ഉപ്പ പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ മകൻ രേഖപ്പെടുത്തുകയാണ്. ആ അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ചാണ് ഈ നുണയടിച്ചു വിട്ടത് ഇവര്. എന്നിട്ട് ഇവര് പറയുന്നു സലഫികളാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പടച്ചു നമ്മളെ രക്ഷിച്ചതാണ്, അള്ളാഹു നമ്മെ രക്ഷിച്ചതാണ്. നമ്മൾ റബ്ബിനോട് അതിന് ശുക്ർ പറയണം, നന്ദി പറയണം. അല്ലെങ്കിൽ നമ്മളും ഈ ജഹാലത്ത് ഇവരുടെ കൂടെ കൂടി പറഞ്ഞു പോകുമായിരുന്നു. അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹം ദുആ ചെയ്തതുപോലെ, അള്ളാഹുവേ നിനക്ക് മാത്രം സുജൂദ് ചെയ്യുന്ന സലഫികളാ ഞങ്ങള്, നീ എല്ലാത്തൊരു ശക്തിക്ക് മുന്നിലും സുജൂദ് ചെയ്യാത്ത സലഫികളാ ഞങ്ങള്. അതുപോലെ അള്ളാഹുവേ നീ അല്ലാത്ത ശക്തികളോട് സഹായം തേടുന്ന മനസ്സ്, അത് ശിർക്കല്ലെന്ന് പറയുന്ന മനസ്സ് ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്. ഈ തൗഹീദ് ഉറച്ചു ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യുക. നമ്മുടെ സഹോദരങ്ങൾ നിരവധി ആളുകളുണ്ട്, അവരിത് അറിഞ്ഞിട്ടല്ല, അവരിത് വലിയ ദഅവത്താണ്, ദീനാണെന്ന് ഈ മുസ്ലിയാക്കന്മാർ, ഈ പാതിരിമാര്, ഈ പുരോഹിതന്മാര് പറയുന്നത് കേട്ടിട്ട് വിശ്വസിച്ച് കൂടിപ്പോയ ആളുകളാ സാധുക്കള്. ദീനാന്ന് വിചാരിച്ചവർ കഷ്ടപ്പെടുക, അധ്വാനിക്കുകയാണ്. ദീനാണ് ഈ പറയുന്നത്, ഇവർ പറയുന്നത് ദീനാന്ന്. ഒരിക്കലും ദീനല്ല സുഹൃത്തുക്കളെ, ദീനല്ലെന്ന് മാത്രമല്ല ഇത് ദീനിനെതിരാണ്, ഇത് പ്രമാണങ്ങൾക്കെതിരാണ്, ഇത് തെളിവുകൾക്കെതിരാണ്. കളവ് പറഞ്ഞുകൊണ്ട് മാത്രം അള്ളാന്റെ പേരിൽ, സ്വഹാബികളുടെ പേരിൽ, ഇമാമിങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് മാത്രം സമർത്ഥിക്കാൻ കഴിയുന്ന ഒന്നിന്റെ പേരാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജിന്നുവാദം. ഇത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ പരലോകത്തിന് വേണ്ടി. അതിനുവേണ്ടി മാത്രമാണ് ഇക്കാര്യം ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ആളുകൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരമാണ്.